ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നമ്മുടെ ഭഗവത്ഗീത ക്ലാസ്സിൻ്റെ 3-ാമത്തെ ക്ലാസ്സിൽ അർജുന വിഷാദയോഗമെന്ന 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണവും അതിൻ്റെ അർത്ഥവും നാം കണ്ടു. ഈ 4-ാമത്തെ ക്ലാസ്സിൽ 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ കാണാം. ഓം ശ്രീ പരമാത്മനേ നമഃ. പ്രഥമോധ്യായഃ അർജുന വിഷാദയോഗഃ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നതാണ് 1-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വിവരിക്കുന്നത്. കൗരവപക്ഷത്തിൻ്റെ സേനാനായകനായ ഭീഷ്മ പിതാമഹനെക്കുറിച്ച് ആശങ്കയും ദുര്യോധനൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവുമാണ് 10-ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് 11-ാമത്തെ ശ്ലോകം. അത് വായിക്കാം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഭീഷ്മരുടെ കാര്യത്തിൽ ദുര്യോധനന് ആശങ്കയുണ്ടെന്ന കാര്യം ഒന്നുകൂടി ഉറപ്പിക്കാനായി എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ വ്യൂഹങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭീഷ്മരെ രക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് തൻ്റെ സൈന്യത്തോട് ദുര്യോധനൻ ആദേശിക്കുന്നതാണ് ഈ ശ്ലോകം. യുദ്ധത്തിനു മുൻപ് തന്നെ കൗരവപക്ഷത്തിൻ്റെ സർവ്വസൈന്യാധിപനായ ഭീഷ്മർ ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു. ഒന്നാമതായി, താൻ പാണ്ഡവരെ ഒന്നും കൊല്ലുകയില്ല. രണ്ടാമത്, താൻ സേനാനായകനായിരിക്കുമ്പോൾ കർണൻ യുദ്ധത്തിൽ പങ്കുചേരുവാൻ പാടുള്ളതല്ല. മൂന്നാമത്, ശിഖണ്ഡി തൻ്റെ നേർക്കുനേർ വന്നാൽ താൻ ആയുധം താഴെ വയ്ക്കുന്നതായിരിക്കും. ഈ നിബന്ധനകൾ എല്ലാം തന്നെ ദുര്യോധനനെ തളർത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ദുര്യോധനൻ സമർത്ഥനായ ഒരു യോദ്ധാവാണ്. താൻ നിൽക്കുന്നത് അധർമ്മത്തിൻ്റെ പക്ഷത്താണ് എന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം തൻ്റെ കൂടെ ഇല്ലെന്നും അത് ധർമ്മത്തിനു വേണ്ടി പൊരുതുന്ന പാണ്ഡവരുടെ കൂടെയാണ് എന്നും അയാൾക്ക് അറിയാം. ഇതെല്ലാം അയാളുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നതും കാണിക്കുന്നതും. തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അധർമ്മം ചെയ്യുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മാനസിക സംഘട്ടനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ വ്യാസാചാര്യൻ ഈ ദുര്യോധനൻ്റെ ചപലമായ പ്രകടനങ്ങളിൽ കൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഇനി യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് സഞ്ജയൻ തുടർന്ന് മഹാരാജാവിനോട് പറയുന്നു. ശ്ലോകം 12. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. ആകെ പരിഭ്രാന്തനായ ദുര്യോധനൻ്റെ ഈ വിധ പെരുമാറ്റങ്ങൾ കണ്ട് മറ്റു യോദ്ധാക്കൾക്കെല്ലാം വല്ലായ്മ തോന്നിയപ്പോൾ, അതായത് ദുര്യോധനൻ്റെ ഈ ആങ്സൈറ്റി മറ്റു യോദ്ധാക്കളിലേക്കും പടരുമോ എന്ന് സംശയം തോന്നിയപ്പോൾ
പ്രതാപവാനായ സർവ്വസൈന്യാധിപനായ ഭീഷ്മർ എല്ലാവരെയും ഒന്ന് ഉത്സാഹിപ്പിക്കാനായി സിംഹത്തെപ്പോലെ അലറുകയും യുദ്ധാരംഭത്തെ കുറിക്കുവാനായി ശംഖനാദം മുഴക്കുകയും ചെയ്തു. തുടർന്ന് എല്ലാവരും അവരവരുടെ ശംഖ് വിളിക്കുവാൻ തുടങ്ങി. അതോടെ യുദ്ധഭൂമി മുഴുവനും പല വിധത്തിലുള്ള വാദ്യഘോഷങ്ങൾ കൊണ്ട് മുഖരിതമായി. അത് സഞ്ജയൻ വിവരിക്കുന്നു. ശ്ലോകം 13. തതഃശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. തതഃശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. അതിനുശേഷം, അതായത് ഭീഷ്മർ ശംഖ് വിളിച്ചതിന് പിന്നാലെ മറ്റുള്ള ശംഖുകളും പെരുമ്പറകളും തുടികളും മദ്ദളങ്ങളും കൊമ്പ്, കുഴല് തുടങ്ങി മറ്റുള്ള വാദ്യഘോഷങ്ങളും എല്ലാം പെട്ടെന്ന് ഒരേ സമയത്ത് മുഴങ്ങി. ആ ശബ്ദം അതിഭയങ്കരമായിരുന്നു. ആ അസഹ്യമായ ശബ്ദകോലാഹലം അധാർമികതയുടെ അല്ലെങ്കിൽ ഒരു അച്ചടക്കമില്ലായ്മയെ കാണിക്കുന്നതായിരുന്നു എന്ന് ചില ആചാര്യന്മാർ വിശേഷിപ്പിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം വായിക്കുന്നതിന് മുമ്പ് ചില സന്ധി നിയമങ്ങൾ, പ്രധാനമായും വിസർഗസന്ധി നിയമങ്ങൾ ഒന്ന് പറയാനുണ്ട്. കാരണം ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ വളരെയധികം അത് കാണുന്നതായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉച്ചാരണം എന്ന് നമ്മൾക്ക് മനസ്സിൽ ഒരു സംശയം തോന്നാം. അതിനു മുൻപ് തന്നെ ചെറിയതായി ഒന്ന് വിസർഗസന്ധി നിയമങ്ങൾ മാത്രം വിവരിക്കാം. അതിനുശേഷം നമ്മൾക്ക് ബാക്കി ശ്ലോകങ്ങൾ കാണാം. സംസ്കൃത ശ്ലോകങ്ങളിൽ വിസർഗസന്ധി നിയമങ്ങൾ വളരെ കൃത്യമായി പാലിക്കപ്പെടുന്നു. പാണിനീയ വ്യാകരണമനുസരിച്ച് വിസർഗത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ശ്ലോകത്തിൽ ഇവ എങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ച് വളരെ ചുരുക്കത്തിലൊന്ന് കാണാം. വിസർഗം എന്നാൽ ഒരു വാക്കിന് ശേഷം അവസാനം വരുന്ന രണ്ട് കുത്തുകളാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. അത് എങ്ങനെ ഉച്ചരിക്കണം, അതിന് ഓരോ സമയത്തുമുണ്ടാകുന്ന സന്ധി നിയമങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് കാണാൻ പോകുന്നത്. ഇത് വളരെയധികം വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ തൽക്കാലം ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകാം. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ഒരു വാചകത്തിൻ്റെ അവസാനത്തിലുള്ള വിസർഗം നിർബന്ധമായും ഉച്ചരിക്കണം. അത് ഹ എന്ന ഒരു ശ്വാസ ശബ്ദമാണ്. അത് പൂർണ്ണമായും നമ്മൾ ഹ എന്ന് തന്നെ ഉച്ചരിക്കണം. ഉദാഹരണത്തിന് കുരുവൃദ്ധഃ പിതാമഹഃ, അവസാനം പിതാമഹ കഴിഞ്ഞിട്ട് രണ്ട് കുത്തു വരുന്ന അത് ഒരു വാചകത്തിൻ്റെ അവസാനമായതുകൊണ്ട് അത് പിതാമഹഃ എന്ന് തന്നെ നമ്മൾ ഉച്ചരിക്കണം. സമവേദായുയുത്സവഃ പണവാനക ഗോമുഖാഃ, അവിടെ ഗോമുഖ എന്നുള്ളതായതുകൊണ്ട് ദീർഘമുള്ളത് കൊണ്ട് നമ്മൾ ഗോമുഖാഹ എന്ന് തന്നെ ഉച്ചരിക്കണം. ഇങ്ങനെയുള്ള അവസാനം വരുന്ന ഹായ് നമ്മൾ പൂർണ്ണമായും ഉച്ചരിക്കണം. പിന്നെ അടുത്തൊരു നിയമം, വിസർഗം ഓ ആകുന്ന ഒരു സാഹചര്യം. വിസർഗത്തിന് മുൻപ് ആ എന്ന സ്വരവും ശേഷം ആയോ ഏതെങ്കിലും മൃദുവ്യഞ്ജനങ്ങളോ വന്നാൽ വിസർഗം ഊ ആയി മാറുകയും മുൻപിലത്തെ ആയുമായി ചേർന്ന് ഓ ആയി മാറുകയും ചെയ്യുന്നു. അങ്ങനെ വിസർഗം ഓ ആകുന്ന ഈ സന്ധിക്ക് ഉത്വസന്ധി എന്നാണ് പറയുന്നത്. ഉദാഹരണമായി രാമഃ പ്ലസ് വദതി, അത് രാമോ വദതിയാകുന്നു. മനഃ പ്ലസ് ഹരം, മനോഹരമാകുന്നു. അങ്ങനെയുള്ള സന്ധികൾ നമ്മൾ ശ്ലോകങ്ങളിൽ വരുമ്പോൾ അത് സന്ധി നിയമമനുസരിച്ച് ഓ ആയി മാറുകയും അതിനനുസരിച്ച് പ്രൊനൗൺസ് ചെയ്യുകയും ചെയ്യണം. ഇനി വിസർഗം ർ അല്ലെങ്കിൽ ര ആകുന്ന സന്ദർഭങ്ങൾ, ആ ആ ഒഴികെയുള്ള സ്വരങ്ങൾക്ക് ശേഷം വിസർഗം വരികയും അതിനുശേഷം ഏതെങ്കിലും സ്വരമോ മൃദുവ്യഞ്ജനമോ വന്നാൽ വിസർഗം ര അല്ലെങ്കിൽ ർ ആയി മാറുന്നു. ഇതിന് ഋത്വസന്ധി എന്ന് പറയും. ഉദാഹരണമായി ഗുരോഹോ പ്ലസ് ആജ്ഞ, ഗുരോരാജ്ഞ. മുനിഹി പ്ലസ് വദതി, മുനിർ വദതി. ഇങ്ങനെ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വിസർഗത്തിന് ശേഷം ക അല്ലെങ്കിൽ ഖ വന്നാൽ വിസർഗം
നാക്കിൻ്റെ തുടക്കം, അതായത് റൂട്ട് ഓഫ് ദ ടങ് ഉപയോഗിച്ച് ഉച്ചരിക്കണം. ഇതിന് ഒരു ഹാ ശബ്ദത്തിന് പകരം വായു ഇങ്ങനെ പകുതി പുറത്തു വിടുന്നത് പോലെയാണ് ഉച്ചരിക്കുക. ഇതിന് ജിഹ്വാമൂലിയം എന്ന് പറയും. ഉദാഹരണം, നമഃ കരോതി എന്നുള്ളത് നമഃ കരോതി എന്ന് പറയണം. ബാലഹ ക്രീഡതി എന്നുള്ളത് ബാലഹ് ക്രീഡതി എന്ന് പറയണം. ഇനി അടുത്തത്, വിസർഗത്തിന് ശേഷം പാ അല്ലെങ്കിൽ ഭ വന്നാൽ വിസർഗം ചുണ്ടുകൾ മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ ഊതി പുറത്തുവിടുന്ന രീതിയിൽ ഉച്ചരിക്കണം. ഹ എന്നത് പൂർണ്ണമായും പറയാതെ ചുണ്ടുകൾക്കിടയിലൂടെ കാറ്റ് വിടുന്നത് പോലെ ഒരു ശബ്ദമായിട്ടാണ് ഇത് പറയുന്നത്. ഫാൻ എന്ന് പറയുന്നത് പോലെ ഫ എന്നുള്ളൊരു ശബ്ദമാണ് വരുന്നത്. ഇതിന് ഉപത്മാനീയം എന്ന് പറയും. ഉദാഹരണമായി വൃക്ഷഃ പ്ലസ് ഫലതി പറയുന്നത് വൃക്ഷഫ് ഫലതി എന്നാണ്. പുനഃ പുനഃ എന്നുള്ളത് പുനഃ പുനഃ എന്ന് വേണം ഉച്ചരിക്കുവാൻ. അതിന് ഗീതയുടെ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ. അവിടെ മാമകാഃ കഴിഞ്ഞ് പാണ്ഡവാശ്ചൈവ വരുന്നുണ്ട്. അപ്പോൾ മാമകാഃ പാണ്ഡവാശ്ചൈവ എന്ന് ഉച്ചരിക്കണം. ഇനി മറ്റൊരു സന്ധി നിയമമാണ് വിസർഗം ലോപിക്കുന്നത്, വിസർഗം ഇല്ലാതാകുന്നത്. ചില സന്ദർഭങ്ങളിൽ വിസർഗം പൂർണ്ണമായും അപ്രത്യക്ഷമാകും. വിസർഗത്തിന് മുൻപ് ആ എന്ന സ്വരവും ശേഷം ഏതെങ്കിലും സ്വരമോ മൃദുവ്യഞ്ജനമോ വന്നാൽ വിസർഗം ലോപിക്കും. ഇതാണ് സന്ധി നിയമം. ഉദാഹരണമായി ദേവാഹ പ്ലസ് ഇഹ, അത് ദേവാ ഇഹ, അവിടെ വിസർഗം ഇല്ല. വിസർഗത്തിന് മുൻപ് ആയും ശേഷം ആ ഒഴികെയുള്ള മറ്റേതെങ്കിലും സ്വരവും വന്നാൽ വിസർഗം ലോപിക്കും. ഉദാഹരണം, അർജുനഃ ഉവാച, അത് നമ്മൾ അർജുന ഉവാച എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇതിന് ലോപസന്ധി എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നാം ഒരു വാക്ക് പിരിച്ചു ചൊല്ലുകയാണെങ്കിൽ അവിടെ വിസർഗം വേണ്ട വിധത്തിൽ തന്നെ ഉച്ചരിക്കണം എന്നതാണ്. ഉദാഹരണത്തിന്, അത്ര ശൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി എന്നത് ചൊല്ലുമ്പോൾ നാം മഹേശ്വാസ എന്നത് കഴിഞ്ഞിട്ട് ഒന്ന് നിർത്തിയിട്ടാണ് ഭീമാർജുന എന്ന് ചൊല്ലുന്നത്. അപ്പോൾ അത് മഹേശ്വാസാഹ ഭീമാർജുന എന്ന് തന്നെ പറയണം. ഇങ്ങനെ കുറേ സന്ധി നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത്. അടുത്ത ശ്ലോകങ്ങളിൽ നിയമങ്ങളുടെ പ്രയോഗം ധാരാളം കാണുന്നതാണ്, അതുകൊണ്ടാണ് പറയാമെന്ന് വിചാരിച്ചത്. ഇനി ഇതൊന്നും മനസ്സിലാക്കിയാൽ പിന്നെ ഏത് സംസ്കൃത ശ്ലോകങ്ങളും കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. സന്ധി നിയമങ്ങൾ അനുസരിച്ച് തന്നെ നമ്മൾക്ക് ചൊല്ലുവാനും സാധിക്കും. ഇത് നിയമങ്ങൾ എല്ലാമൊന്നും നമ്മൾക്കിപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുത്ത് പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല ഇപ്പോൾ പറഞ്ഞത്. ഇത് ഉച്ചാരണ രീതികൾ കാണുമ്പോൾ ഇത് സന്ധി നിയമങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കഴിയുമെങ്കിൽ സന്ധി നിയമങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക, അതിനനുസരിച്ച് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. താല്പര്യമുള്ളവർക്ക് സന്ധി നിയമങ്ങൾ പഠിക്കാവുന്നതാണ്. അടുത്ത ശ്ലോകത്തിൽ പാണ്ഡവ സൈന്യത്തിൻ്റെ കാര്യം സഞ്ജയൻ രാജാവിനോട് വിവരിക്കുകയാണ്. ഇതുവരെ കൗരവ സൈന്യത്തിൻ്റെ വിവരണമായിരുന്നെങ്കിൽ ഇനി പാണ്ഡവ സൈന്യത്തിൻ്റെ കാര്യം സഞ്ജയൻ രാജാവിനോട് വിവരിക്കുകയാണ്. ശ്ലോകം 14-15 ഒരുമിച്ച് വായിക്കാം. തതശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രഥത്മധുഃ. തതശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രഥത്മധുഃ. പാഞ്ചജന്യം ഋഷികേശഃ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ. പാഞ്ചജന്യം ഋഷികേശഃ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ. അനന്തരം
വെള്ളക്കുതിരകളെ പൂട്ടിയ ദിവ്യമായ ഒരു തേരിൽ നിന്നുകൊണ്ട് ഭഗവാൻ കൃഷ്ണനും പാണ്ഡുപുത്രനായ പാർത്ഥനും ദിവ്യങ്ങളായ ശംഖങ്ങൾ മുഴക്കി. കൗരവപക്ഷം മുഴക്കിയ ശംഖുവിളിക്കു മറുപടിയായി ആദ്യം ഭഗവാൻ കൃഷ്ണൻ പാഞ്ചജന്യം എന്ന തൻ്റെ ശംഖം മുഴക്കി. അർജുനൻ ദേവദത്തം എന്ന ശംഖത്തെ മുഴക്കി. തുടർന്ന് ഭീമനും മറ്റ് പാണ്ഡവന്മാരും അവരവരുടെ ശംഖിനെ മുഴക്കി. ഗീതാകർത്താവായ വേദവ്യാസൻ വളരെ ശ്രദ്ധേയമായി പാണ്ഡവരുടെ ദൈവീ സമ്പത്തിനെ വേർതിരിച്ചു കാണിക്കുന്നു. വെളുത്ത കുതിരകളെ പൂട്ടിയ തേര് സാത്വികതയുടെ പ്രതീകമാണ്. അത് ദൈവീ സമ്പത്തിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളുടെ ഈശനാണ് ഋഷികേശൻ. ഇന്ദ്രിയങ്ങളുടെ ഈശനായ ഭഗവാൻ കൃഷ്ണനാണ് ഇവിടെ സാരഥി. ദൈവീ സമ്പന്നന്മാരായ പാണ്ഡവരെ നയിക്കുന്നത് സാരഥിയായ ഭഗവാനാണ്. ഇന്ദ്രിയങ്ങളെ നല്ല ബുദ്ധി കൊണ്ട് വശത്താക്കി ഈശ്വരേച്ഛയ്ക്ക് വഴങ്ങുന്നവരുടെ വിജയം സുനിശ്ചിതമാണ്. ഭഗവാൻ തന്നെ അവരെ വിജയത്തിലേക്ക് നയിക്കുന്നതായിരിക്കും എന്ന ഒരു സന്ദേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവ് തെളിക്കുന്ന ദിവ്യരഥത്തിൽ വരുന്ന അർജുനൻ്റെ ചിത്രം നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോഴാണ് ഗീതാ പഠനം കൊണ്ട് നമ്മൾക്ക് പ്രയോജനം കിട്ടുന്നത്. കഠോപനിഷത്തിൽ ഗംഭീരമായ ഒരു രഥകൽപ്പനയുണ്ട്. ഉപനിഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഇതിനെയൊന്ന് കാണാൻ ശ്രമിക്കാം. എന്തുകൊണ്ടെന്നാൽ ഭഗവത്ഗീത ഉപനിഷത്ത് സാരമാണ്. അപ്പോൾ ഭഗവത്ഗീതയിലെ എല്ലാ തത്വങ്ങളും ഉപനിഷത്തിൽ നിന്നുള്ള തത്വങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് നമ്മൾക്കതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാകുന്നത്. കഠോപനിഷത്തിലെ മന്ത്രമൊന്ന് വായിക്കാം. ഇത് ഒരു രഥകൽപ്പനയുടെ മന്ത്രമാണ്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാം തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്താം ഭോക്തേത്യാഹുർമനീഷിണഃ. ഉപനിഷത്തുകൾ നമ്മുടെ മോക്ഷമാർഗത്തെ സ്പഷ്ടമായിട്ട് പറയാനായിട്ട് ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംസാരഗതിയെ ഒരു രഥയാത്രയായി പറഞ്ഞിരിക്കുന്നു. അതിൽ പറയുന്നത് ശരീരം ആത്മാവിന് സഞ്ചരിക്കാനുള്ള രഥമാണ്. ആ രഥത്തിൽ സഞ്ചരിക്കുന്ന ജീവാത്മാവാണ് രഥി അല്ലെങ്കിൽ രഥത്തിലിരിക്കുന്ന ആൾ. ബുദ്ധിയാണ് അയാളെ നയിക്കുന്ന സാരഥി. ഇന്ദ്രിയങ്ങൾ കുതിരകളും. പൂർവജന്മകൃതമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് നമ്മളുടെ ശരീരം. അതായത് പ്രാരബ്ധമാണ് ഈ ജന്മത്തിലെ ശരീരം. അപ്പോൾ മുജ്ജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ട് ഈ ജന്മത്തിലെ ശരീരവും അതിലെ അനുഭവങ്ങളും ഉണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ മുൻ ജന്മങ്ങളിലെ കർമ്മവാസനയ്ക്കനുസരിച്ചാണ് ഈ ജന്മത്തിലെ ജീവാത്മാവിൻ്റെ സ്വഭാവവും വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ഈ ശരീരം ഒരു രഥമായിട്ട് കൽപ്പിച്ച് അതിലിരിക്കുന്ന രഥിയെ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഇരുന്ന് സംസാരയാത്ര ചെയ്യുന്ന ഈ ജീവനെ വലിച്ചുകൊണ്ടു പോകുന്ന കുതിരകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ നമ്മെ ഈ ലോകവിഷയത്തിൽ വലിച്ചുകൊണ്ടു പോവുകയാണ്. കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും ഒക്കെയായുള്ള നല്ലതും ചീത്തയുമായുള്ള പല വിഷയങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളാണ്. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനായി മനസ്സാകുന്ന ഒരു കടിഞ്ഞാൺ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വിവേകബുദ്ധിയോടുകൂടി നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിച്ച് നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലെത്തണം. അതാണ് കഠോപനിഷത്തിലെ ഈ രഥകൽപ്പനയിൽ പറയുന്നത്. ഇതിന് സമാനമായി ഇവിടെ നമ്മൾക്കൊരു ചിത്രം കിട്ടുന്നു. ഭഗവാൻ കൃഷ്ണനാണ് ഇവിടെ ബുദ്ധിയാകുന്ന സാരഥി. അർജുനനാണ് രഥത്തിലിരിക്കുന്ന സഞ്ചാരി അല്ലെങ്കിൽ ജീവാത്മാവ്. ഋഷികേശൻ ആകുന്ന ഭഗവാൻ കൃഷ്ണൻ, ഇന്ദ്രിയങ്ങളെ നല്ലവണ്ണം നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ബുദ്ധിയും കടിഞ്ഞാണും ഉപയോഗിച്ച് ഈ ജീവാത്മാവിനെ നയിച്ച് കൊണ്ടുപോകുന്ന ചിത്രം ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ വ്യാസാചാര്യൻ നമ്മൾക്ക് കാണിച്ചു തരികയാണ്. അർജുനൻ്റെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽപ്പെട്ട് അല്ലെങ്കിൽ ശോകമോഹങ്ങളിൽപ്പെട്ട് സമനില തെറ്റിയിരിക്കുന്നു. ഇനി ബുദ്ധിയാകുന്ന സാരഥി വേണം മനോനില വീണ്ടെടുത്ത് അർജുനനെ വിജയത്തിലേക്ക് നയിക്കുവാൻ. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്.
ശ്രീകൃഷ്ണ പരമാത്മാവ് തെളിക്കുന്ന ദിവ്യമായ രഥത്തിൽ വരുന്ന അർജുനൻ്റെ ആ ചിത്രത്തിന് എത്രത്തോളം മഹത്തായ ഒരു ആശയമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് നമ്മൾക്ക് ആലോചിക്കാവുന്നതാണ്. അടുത്തതായി പാഞ്ചജന്യം എന്ന കൃഷ്ണൻ്റെ ശംഖിനെക്കുറിച്ച് പറഞ്ഞാൽ, പഞ്ചജനൻ എന്ന അസുരനെ വധിച്ച് ശ്രീകൃഷ്ണൻ വശത്താക്കിയതാണ് ഈ പാഞ്ചജന്യം എന്ന ശംഖ്. പഞ്ചജനൻ്റെ ഉള്ളിലെ ഞാനെന്ന അഹങ്കാരമാകുന്ന അസുരൻ കൊല്ലപ്പെട്ടതോടുകൂടി അയാൾ ഭഗവാന്റെ സന്ദേശം അറിയിക്കുവാനുള്ള ഒരു ഉപാധിയായി മാറി, ശംഖായി മാറി. ഇതുപോലെ തന്നെ നമുക്കും ഭഗവത്കരങ്ങളിലെ ഉത്തമ ഉപാധിയാകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. ഏത് കർമ്മം ചെയ്യുമ്പോഴും നാം ഭഗവാന്റെ കൈകളിലെ ഉപകരണമാകുന്നു എന്ന് കരുതിയാൽ അത് സത്കർമ്മമായേ ഭവിക്കുകയുള്ളൂ. എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പണമായി ചെയ്യുക എന്നർത്ഥം. ഞാനല്ലല്ലോ, ഭഗവാനല്ലേ ചെയ്യുന്നത്. ഞാൻ എന്ന ഭാവമേയില്ല. ഭഗവാനാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള വേവലാതിയും ഉണ്ടാവുകയില്ലല്ലോ. ഭഗവാനേക്കാൾ കൂടുതൽ നന്നായി ചെയ്യാൻ എനിക്ക് കഴിയുമോ? നാം രാവിലെ മുതൽ ചെയ്യുന്ന എല്ലാ ജോലിയും ഈശ്വരാർപ്പണമായി ചെയ്യുന്നു എന്നങ്ങ് വിചാരിക്കുക. ആ ഭാവനയോടുകൂടി ചെയ്യുമ്പോൾ എല്ലാ കർമ്മങ്ങളും കർമ്മയോഗമായി ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അതായത് അതിൻ്റെ ഫലത്തെക്കുറിച്ച് പ്രതീക്ഷ വെക്കാതെ പ്രസാദ ബുദ്ധിയോടെ എല്ലാം സ്വീകരിക്കുക. അപ്പോൾ നമ്മളുടെ ജീവിതം തന്നെ കർമ്മയോഗമായി. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീകൃഷ്ണാർപ്പണമസ്തു.